ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലിഷ് ടൈം. ക്യാബേജ് കൊണ്ട് ഒരു അടിപൊളി കറുമുറ കഴിക്കാൻ പറ്റിയ ഒരു പക്കോട നമുക്കുണ്ടാക്കിയാലോ. ആദ്യമേ തന്നെ നമ്മൾ തോരനൊക്കെ വെച്ച് കഴിഞ്ഞ് ബാക്കി വന്ന കുറച്ച് പീസ് ക്യാബേജ് ഉണ്ടായിരുന്നു. അത് ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു 2 കപ്പോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. അതിൻ്റെ കൂടെ ഒരു അരമുറി സവാളയും കൂടെ ഇട്ട് കൊടുക്കുക, നീളത്തിൽ അരിഞ്ഞത്. ഇനിയും ഒരു പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. അതേപോലെ കറിവേപ്പില 2 തണ്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കൂടെ മല്ലിയില വേണമെങ്കിലും ഇടാം, പക്ഷേ ഞാനിപ്പോഴും മല്ലിയില ഇടുന്നില്ല. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1/2 കപ്പ് കടലമാവ് ബേസൻ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ നമുക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് വെള്ളം പിന്നീട് നോക്കിയിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ ഒഴിക്കാം. ആദ്യമേ തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിത് കൈകൊണ്ട് നന്നായിട്ട് എല്ലായിടവും തിരുമ്മി പിടിപ്പിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ ചെറിയ പീസ്, നമ്മൾ പക്കോടയൊക്കെ ഉണ്ടാക്കില്ല അതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഈ ഒരു വലുപ്പത്തിൽ ചൂടായ എണ്ണയിലേക്ക് വറുത്ത് കോരുന്ന രീതിയിലാണ് കുഴച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക്, വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, നല്ല ചൂടായി വരുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുക. ഇതധികം വലിപ്പത്തിൽ ഇട്ട് കൊടുക്കരുത്, ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ ഇട്ട് കൊടുക്കുക. ആദ്യമേ തന്നെ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് മീഡിയം തീയിലേക്ക് മാറ്റിയാൽ മതി. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക. നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പക്കോടയാണ്. അപ്പോൾ ഈ രീതിയിൽ പരീക്ഷിച്ചിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഉള്ളിവടയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ക്യാബേജാണ്, ആരും പറയുകയില്ല, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്ന് നല്ല ഗോൾഡൻ നിറമാവുന്നത് വരെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് 2 വശവും നന്നായിട്ട് നല്ല ക്രിസ്പി ആക്കി നമുക്ക് വറുത്ത് കോരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചായയുടെ കൂടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ക്യാബേജൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോരോ ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ ബാച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള മാവും ഇതേപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെയധികം എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ പലഹാരമാണ് കേട്ടോ. കറുമുറ, നല്ല കറുമുറാന്നിരിക്കും കണ്ടോ. കണ്ടു കഴിഞ്ഞാൽ ചിക്കനൊക്കെ വറുത്തതുപോലെയുള്ള ഒരിതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.